നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. മദ്രസ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. താനൂർ എളാരത്ത് ഇബ്രാഹിം മുക്തസറിനെയാണ് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാന പ്രചരണ ജാഥയ്ക്ക് തിരൂരിൽ സ്വീകരണം നൽകി. മംഗലം വള്ളത്തോൾ AUP സ്കൂളിൽ മുൻ മാനേജർ കാരാട്ട് രായൻ ആജി അനുസ്മരണം, വായനക്കൂട് സമർപ്പണം, ജനപ്രതിനിധികൾക്കുള്ള ആദരം എന്നിവ സംഘടിപ്പിച്ചു. തിരൂർ സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന 5ാമത് വിശുദ്ധ ഖുർആൻ സദസ്സിന്റെ പോസ്റ്റർ പ്രകാശനം അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ MLA നിർവഹിച്ചു. തിരൂർ ബ്രൈഡൽ ക്രാഫ്റ്റ് സംഘടിപ്പിക്കുന്ന പുതുമയുടെ പെരുന്നാൾ പദ്ധതിയുടെ ലോഗോ പ്രകാശനം ചെയ്തു. മലയാള സിനിമയിലെ പ്രശസ്ത കോസ്റ്റ്യൂം ഡിസൈനർ സമീറ സനീഷാണ് ലോഗോ പ്രകാശനം നിർവഹിച്ചത്. തിരുനാവായ മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി ഭീഷമാഷ്ടമി ദിനത്തിൽ നാദബ്രഹ്മം കോഴിക്കോട് അവതരിപ്പിച്ച ആനന്ദജപസാഗരം അരങ്ങേറി. വാർത്തകൾ വിശദമായി. താനൂരിൽ മദ്രസ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. താനൂർ എളാരകത്ത് ഇബ്രാഹിം മുക്തസറിനെയാണ് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. താനൂരങ്ങാടിയിലൂടെ രാവിലെ 6:30 മദ്രസയിൽ പോകുന്ന വിദ്യാർത്ഥിയെ ഭീഷണിപ്പെടുത്തി സമീപത്തുള്ള ഒഴിഞ്ഞ കെട്ടിടത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോയി ലൈംഗികമായി ഉപദ്രവിച്ച കേസിലെ പ്രതിയായ താനൂർ എറാളകത്ത് ഇബ്രാഹിം മുക്തസീറിനെയാണ് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ പരപ്പരങ്ങാടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രതി 2 മാസം മുൻപ് മറ്റൊരു വധശ്രമ കേസിൽ ഉൾപ്പെട്ടിരുന്നുവെന്ന് പോലീസ് പറയുന്നു. വെട്ട ന്യൂസ്, താനൂർ. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാന പ്രചരണ ജാഥയ്ക്ക് തിരൂരിൽ സ്വീകരണം നൽകി. സംഘാടക സമിതി ചെയർമാൻ T. ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. നിർത്തലാക്കിയ DA പുനഃസ്ഥാപിക്കുക, ചുരുങ്ങിയ പെൻഷനും പരമാവധി പെൻഷനും വർദ്ധിപ്പിക്കുക, മെഡിക്കൽ ഇൻഷുറൻസ് നടപ്പാക്കുക, പെൻഷൻ ബോർഡിലേക്ക് സംഘങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സത്യാഗ്രഹ സമരത്തിന്റെയും അനിശ്ചിതകാല നിരാഹാര സമരത്തിന്റെയും പ്രചരണാർത്ഥം കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാന പ്രചരണ ജാഥയ്ക്ക് തിരൂരിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ മുണ്ടൂർ രാമകൃഷ്ണൻ, വൈസ് ക്യാപ്റ്റൻ M. ഗോപാലകൃഷ്ണൻ, PNV അജയകുമാർ, ജ്യോതി, CK കുമാരൻ, PV സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വെട്ട ന്യൂസ്, താനൂർ. മംഗലം വള്ളത്തോൾ AUP സ്കൂളിൽ മുൻ മാനേജർ കാരാട്ട് രായൻ ഹാജി അനുസ്മരണം, വായനക്കൂട് സമർപ്പണം, ജനപ്രതിനിധികൾക്കുള്ള ആദരം എന്നിവ നടന്നു. വായനക്കൂടിന്റെ ഉദ്ഘാടനം മാനേജർ സൈനബ കാരാട്ടും അനുസ്മരണ സമ്മേളനം മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CR പ്രസാദ് നിർവഹിച്ചു. മംഗലം വള്ളത്തോൾ AUP സ്കൂളിലെ മുൻ മാനേജർ കാരാട്ട് രാഹിൻ ഹാജി അനുസ്മരണാർത്ഥമാണ് വായനക്കൂട് സമർപ്പിച്ചത്. മാനേജർ സൈനബ കാരാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CR പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വായനയ്ക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇടം, അത് ലൈബ്രറി ഉണ്ട്, മറ്റ് ക്ലാസ് സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതിനേക്കാൾ ഒക്കെ ഉപരി ഒരു ചെറിയ ഒരു മൂല, നമ്മളതിനെ കോർണർ, റീഡിംഗ് കോർണർ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുമെങ്കിലും
ഒരു വായന മൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒഴിഞ്ഞ ഇടം എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ നമ്മൾ കോർണർ എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു മഹത്വമാണ് എന്ന് വിശ്വസിക്കാറുണ്ട്. നല്ല മലയാള പദം തന്നെയാണ് മൂല. വായനാ മൂല എന്ന് പറഞ്ഞാൽ നല്ലൊരു മലയാള പദം തന്നെയാണ്. അങ്ങനെ ഒരു നമ്മൾ കയറി വരുന്ന ഭാഗത്ത് തന്നെ ഇടത് ഭാഗത്തായിട്ട് ഒരു ചെറിയ കുട്ടികൾക്ക് ഇരുന്ന് വായിക്കാനും അത് കയറി ഇരുന്ന് വായിക്കാനും, നേരിട്ടല്ല, മുകളിലേക്ക് കയറുക. വായന എന്ന് പറയുന്നത് എപ്പോഴും ഒരു കയറ്റം തന്നെയാണ്. നമ്മൾ നിൽക്കുന്ന ഇടത്ത് നിന്ന് നമ്മളെ ഉയർത്തുന്ന ഒന്നാണ് ഏതൊരു വായനയും. അതിനെത്ര സ്റ്റെപ്പുണ്ട് എന്നുള്ളത് സവിശേഷമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അത്രയും പടികൾ കയറി ഒരു കുട്ടി വായിക്കാനായിട്ട് ആ ഇടത്തിലെത്തുമ്പോൾ അബോധമായിട്ട് ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വിചാരമെന്ന് പറയുന്നത് വായന എന്നത് ഒരു കയറ്റം തന്നെയാണ്, ജീവിതത്തിലെ ഒരു ഉയർച്ചയാണ് എന്നുള്ള ഒരു സൂചന നൽകുന്നുണ്ട്. PTA പ്രസിഡന്റ് സബിന നജ്മുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം ഇന്നത്തെ ഈ ഒരു അനുശോചന ചടങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ. കാരണം മറ്റുള്ള സ്കൂളത്തെ മാനേജർ പോലെ ഒരു മാനേജർമാരെയും മറ്റുള്ള കുട്ടികളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളുടെ സ്കൂളിലത്തെ രായിൻ ഹാജി എന്ന മാനേജർ നമ്മളുടെ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും പ്രിയപ്പെട്ട ഒരു ഉപ്പ അല്ലെങ്കിൽ വല്യപ്പയായിരുന്നു അദ്ദേഹം. ഞാനൊക്കെ മോള് സ്കൂളിൽ ഇവിടെ ചേർത്തതിന് ശേഷം കൊണ്ട് വരുമ്പോൾ നമുക്കറിയില്ല ഇദ്ദേഹമാണ് ഈ സ്കൂളിൻ്റെ മാനേജർ എന്നൊന്നും. അദ്ദേഹം ഇവിടെ ഉണ്ടാവും എപ്പോഴും സ്കൂളിൽ എന്തെങ്കിലും പരിപാടികളിൽ നിയന്ത്രിച്ചിട്ടും അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടും. അപ്പോൾ പിന്നീടാണ് മനസ്സിലായത് അദ്ദേഹമാണ് ഈ സ്കൂളിലെ മാനേജർ. മംഗലം പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെയും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരെയും ചടങ്ങിൽ ആദരിച്ചു. സ്കൂൾ സ്റ്റാഫും കോഴിക്കോട് ഡയലോഗ് സെന്ററും നൽകിയ പുസ്തക സമർപ്പണവും നടന്നു. സ്കൂൾ ഹെഡ്മാസ്റ്റർ പ്രകാശ് കുമാർ പറമ്പത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ MTA പ്രസിഡന്റ് രാഖി കൃഷ്ണ, OSA പ്രസിഡന്റ് VP വിശ്വനാഥൻ, SSG ചെയർമാൻ TN ഷാജി, PTA എക്സിക്യൂട്ടീവ് മെമ്പർ ആദിൽ മംഗലം, മുൻ പ്രധാനാധ്യാപകൻ ജോസ് C മാത്യു, മുൻ കായികാധ്യാപകൻ ബാബു കെ, സ്റ്റാഫ് പ്രതിനിധി പ്രമോദ് കുമാർ എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി റഷീദ CP നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ് മംഗലം. തിരൂർ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 15 ഞായറാഴ്ച വൈകുന്നേരം 4:30 മുതൽ തിരൂർ ഉണ്ണിയാൽ സിറ്റി പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്ന 5ാമത് വിശുദ്ധ ഖുർആൻ സദസ്സിന്റെ പോസ്റ്റർ പ്രകാശനം അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ MLA നിർവഹിച്ചു. ഹാഫിദ് പാണക്കാട് സെയ്ദ് റാജി അലി ശിഹാബ് തങ്ങൾ ഖുർആൻ സദസ്സ് ഉദ്ഘാടനം ചെയ്യും. തിരൂർ സാംസ്കാരിക വേദി പ്രസിഡന്റ് MK റഫീഖ് അധ്യക്ഷത വഹിക്കും. സുലൈമാൻ മേൽപ്പത്തൂർ ഖുർആൻ വിചിന്തന പ്രഭാഷണം നിർവഹിക്കും. ഈ വർഷത്തെ AP അസ്ലം ഹോളി ഖുർആൻ അവാർഡ് ജേതാവ് ഹാഫിദ് സഹൽ കൂട്ടിലങ്ങാടിയെയും കുടുംബത്തെയും ചടങ്ങിൽ വെച്ച് ആദരിക്കും. അതോടൊപ്പം വെട്ടനാടിന്റെ മഹനീയ നേതൃത്വവും ഗുരുനാഥനുമായിരുന്ന മർഹൂം വെട്ടം PK ബാബു മുസ്ലിയാർ അനുസ്മരണവും നടക്കും. പ്രഗത്ഭരായ ഹാഫിളുകളും കാരികളും വിവിധങ്ങളായ ശൈലിയിൽ ഖുർആൻ പാരായണം നടത്തുന്ന ചടങ്ങ് ഏവരും ഉപയോഗപ്പെടുത്തണമെന്നും ഇത്തരം സദസ്സുകൾ നൽകുന്ന സുഹൃതങ്ങൾ മഹത്തരമാണെന്നും ഷംസുദ്ദീൻ MLA അഭിപ്രായപ്പെട്ടു. ഭാരവാഹികളായ EK മുസ്തഹീം ബില്ല, നൌഷാദ് അന്നാര, MK നൌഫൽ, റസാഖ് ആലത്തിയൂർ, കരീം വെട്ടം, നിസാർ പൂക്കയിൽ, അൻവർ പുറത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ് തിരൂർ. പ്രമുഖ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനായ ബ്രൈഡൽ ക്രാഫ്റ്റ് സംഘടിപ്പിക്കുന്ന പെരുന്നാൾ കാലത്തെ വസ്ത്രവിസ്മയം പുതുമയുടെ പെരുന്നാൾ പദ്ധതിയുടെ ലോഗോ പ്രകാശനം നടന്നു. മലയാള സിനിമയിലെ പ്രശസ്ത കോസ്റ്റ്യൂം ഡിസൈനർ സമീറ സനീഷാണ് ലോഗോ പ്രകാശനം നിർവഹിച്ചത്. വിവാഹ വസ്ത്രങ്ങൾക്കൊപ്പം തന്നെ പെരുന്നാൾ ആഘോഷങ്ങൾക്കായി ഏറ്റവും പുതിയ ട്രെൻഡിലുള്ള വസ്ത്രശേഖരമാണ് പുതുമയുടെ പെരുന്നാൾ ഒരുക്കങ്ങളിലൂടെ ബ്രൈഡൽ ക്രാഫ്റ്റ് ഉപഭോക്താക്കൾക്കായി അവതരിപ്പിക്കുന്നത്. മലയാള സിനിമയിലെ പ്രശസ്ത കോസ്റ്റ്യൂം ഡിസൈനർ സമീറ സനീഷാണ് ലോഗോ പ്രകാശനം നിർവഹിച്ചത്. നമ്മുടെ ക്യാപ്ഷനായിട്ട് വന്നിട്ടുള്ളത് പുതുമയുടെ പെരുന്നാൾ എന്നാണ്. ഇത് മലപ്പുറം കാണാത്തതിനൊപ്പം
ആധുനിക ഫാഷൻ ലോകത്തെ വർണ്ണവിസ്മയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ഫാഷനിലുള്ള വസ്ത്രശ്രേണി തന്നെയാണ് ബ്രൈഡൽ ക്രാഫ്റ്റ് ഉപഭോക്താക്കൾക്കായി ഒരുക്കുന്നത്. രണ്ടാഴ്ച മുമ്പ് നോർത്ത് കുറവുള്ളൊരു കസ്റ്റമർ വന്നു. അപ്പോൾ ഞാനും ചെയ്യുമ്പോൾ സംസാരിച്ച സമയത്ത് അയാളോട് ചോദിച്ചപ്പോൾ അയാൾ സത്യത്തിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അയാൾ തിരൂർ വരുന്നത്. അയാൾ ഫാമിലി അയാൾ പറയും ഞാൻ ആദ്യമായിട്ടാണ് തിരൂർ ഞാൻ വരുന്നത്. നമ്മൾ ചോദിച്ചാൽ എന്താണ് തിരൂർ നിങ്ങൾ വരാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി പിന്നെ മകൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ പെണ്ണിൻ്റെ അവർ പറഞ്ഞതാണ് ഡ്രസ്സ് എടുക്കുമ്പോൾ തിരൂരിൽ നിന്ന് എടുത്തോളൂ കേട്ടോ എന്നാണ് പറഞ്ഞത്. ഷോപ്പിൻ്റെ പേരൊന്നും പറഞ്ഞില്ല. സത്യം പറയണല്ലോ, തിരൂരാണ് പറഞ്ഞത്, ഷോപ്പിൻ്റെ പേരൊന്നും പറഞ്ഞില്ല. അപ്പോൾ വന്നപ്പോൾ ഒരു ഇഷ്ടപ്പെട്ടപ്പോൾ ഇവിടെ കയറി എന്നാണ്. എന്ന് പറഞ്ഞാൽ തിരൂർ കാണാത്തവർ തിരൂരിലേക്ക് വസ്ത്രം തേടി വരുന്നു എന്നുള്ളത് തിരൂരിൻ്റെ ജനഹൃദയങ്ങളെ സ്വീകരിച്ചു എന്നുള്ളതാണ്. ചടങ്ങിൽ ബ്രൈഡൽ ക്രാഫ്റ്റ് മാനേജിംഗ് ഡയറക്ടർ മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. സിറ്റി ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മൂട്ടി ഹാജി, ബ്രൈഡൽ ക്രാഫ്റ്റ് ഡയറക്ടർമാരായ അബ്ദുറഹ്മാൻ ഹാജി, സയ്യിദ് സൽമാൻ, ജനറൽ മാനേജർ പ്രത്യൂഷ് കുമാർ എന്നിവർ സംസാരിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. തിരുനാവായ മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി ദീഷ്മാഷ്ടമി ദിനത്തിൽ നാദബ്രഹ്മം കോഴിക്കോട് അവതരിപ്പിച്ച ആനന്ദജപസാഗരം അരങ്ങേറി. നിളാരതിക്ക് ശേഷമായിരുന്നു നാദബ്രഹ്മം കോഴിക്കോട് അവതരിപ്പിച്ച ആനന്ദ ജപസാഗരം അരങ്ങേറിയത്. ഉണ്ണിപ്പണിക്കർ കോട്ട, അപ്പ മണ്ണൂർ, രജീഷ് ഒളവണ്ണ, മനേഷ് കോട്ട എന്നിവരുടെ ശബ്ദത്തിന് പിന്നണിയിൽ തബല ആർട്ടിസ്റ്റ് പരമി മണ്ണൂർ, ഹാർമോണിയം വിശ്വനാഥൻ നല്ലളം, തകിൽ രജീഷ് ഒളവണ്ണ എന്നിവരുമായിരുന്നു. സതീഷ് നാദബ്രഹ്മമായിരുന്നു ടീം മാനേജർ. വെട്ടം ന്യൂസ്, തിരുനാവായ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.